ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചല്ലോ. ഇന്ന് അദ്ദേഹം ഹിയറിംഗിന് ഹാജരായിരുന്നുമില്ല. ഇവിടെ ഈ വി സിയെ പുറത്താക്കാൻ ഗവർണർ നേരത്തെ നോട്ടീസ് നൽകി. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുബാറക് പാഷ ഒരു രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. നിയമനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയ 4 വൈസ് ചാൻസലർമാരുടെ 2ാം ഘട്ട ഹിയറിംഗ് ആയിരുന്നു ഇന്ന് രാജ്ഭവനിൽ നടത്തുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഈ PM മുബാറക് പാഷ എന്ന് പറയുന്നത്. അദ്ദേഹം ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ കൂടിയാണ്. 2020-ലാണ് മുബാറക് പാഷ ഇത്തരത്തിൽ ഓപ്പൺ സർവകലാശാല വി സി നിയമന ഘട്ടത്തിലേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ മുബാറക് പാഷയുടെ രാജ്ഭവന് അംഗീകാരം നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്ത. ഒരുപക്ഷെ PM മുബാറക് പാഷയെ പുറത്താക്കിയേക്കാം. ഈ പുറത്താക്കുന്നതിന് മുമ്പ് ഒഴിഞ്ഞു പോകുക എന്ന നടപടിക്കാണ് മുബാറക് പാഷ ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു സാഹചര്യത്തിലാണ് രാജ്ഭവൻ ഇതുവരെ ഓപ്പൺ സർവകലാശാല വി സിയുടെ ഓപ്പൺ സർവകലാശാല വി സിയുടെ രാജി അംഗീകരിക്കാത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്തെ 4 വി സിമാർക്കാണ് ഇന്ന് 2ാം ഘട്ട ഹിയറിംഗ് നടന്നിട്ടുള്ളത്. ഈ ഹിയറിംഗിൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹിയറിംഗിൽ മറുപടി നൽകിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മറുപടിക്കനുസരിച്ച് വേണം ഈ 4 വി സിമാർക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ നടപടികൾക്ക് മുന്നേ ഇത്തരത്തിൽ കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ രാജി നൽകി പോവുക എന്ന് പറയുന്നത് വ്യക്തമായ ഒരു പേടി കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ഈ ഘട്ടത്തിൽ PM മുബാറക് പാഷ രാജ്ഭവനിൽ ഗവർണർക്ക് രാജി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ രാജി ഇതുവരെ ഗവർണറോ രാജ്ഭവനോ അംഗീകരിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.